ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. നാളിതുവരെയും നമ്മുടെ കാലിടറാതെ നമ്മെ വഴി നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞതുപോലെ എന്റെ യേശു എനിക്ക് എത്ര നല്ലവനെന്ന് നാം രുചിച്ചറിയണം. നമ്മുടെ ഓരോ ദിവസവും അതിനായി നമുക്കൊരുങ്ങാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഉള്ള വിഷയം വ്യക്തതയുള്ള മനസ്സിന് വർജന തത്വങ്ങൾ എന്നതാണ്. അതിനാധാരമായ വാക്യം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ വിശദീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും മുഴുവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ എന്നാണ്. ഇതേ പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതിയ റോമക്കാർക്കുള്ള ലേഖനത്തില് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ്. ഇവിടെ നാം 2 വാക്യങ്ങൾ വായിച്ചു കണ്ടതിൽ ഒന്നാമത്തേതിൽ പറയുന്നത് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കട്ടെ എന്നാണ്. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നതോ ദൈവത്തിന് പ്രസാദമുള്ള ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ നമ്മൾ സമർപ്പിക്കണം എന്നാണ്. അതായത് നമ്മളെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചു എങ്കിൽ മാത്രമേ ദൈവം നമ്മളെ മുഴുവനും വിശുദ്ധീകരിക്കുകയുള്ളൂ. അതിനർത്ഥം നാം നമ്മുടെ ശരീരങ്ങളെ ദൈവഹിതപ്രകാരം പരിപാലിക്കണമെന്നാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉന്മേഷത്തെ കുറയ്ക്കുന്ന വിധത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന രീതി നാം പിന്തുടരുമ്പോൾ അതിന്റെ അനന്തരഫലം ഉളവാക്കുന്ന ശീലം എന്നത് ദൈവത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും. നാടുകളുടെ ഊർജത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ദൂഷ്യപദാർത്ഥങ്ങളുടെ ഉപയോഗം ജീവശക്തിയെ കുറയ്ക്കുന്നു. അപ്രകാരം അവനവന്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. കാരണം 1 കൊരിന്ത്യർ 3-ന്റെ 16-17 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറണമെങ്കിൽ നാം ചില കാര്യങ്ങളിൽ മിതത്വം അഥവാ വർജനം പാലിക്കണം. എന്ന് വെച്ചാൽ ഒരു സ്വയം നിയന്ത്രണം, അതായത് നമുക്ക് നമ്മുടെ ആഹാര രീതികളിലും സ്വഭാവ രീതികളിലും സംസാരത്തിൽ പോലും ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിനൊരു നല്ല ഉദാഹരണമാണ് സാത്താൻ യേശുവിനെ ഭക്ഷണാസക്തിയുടെ പേരിൽ പരീക്ഷിച്ചത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശു വിശ്രമിക്കുമ്പോൾ സാത്താൻ പരീക്ഷിക്കാനായിട്ട് അടുത്ത് ചെന്നിട്ട് പറയുന്നു: നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞ മറുപടി: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് യേശു സാത്താനെ ഓടിച്ചു വിട്ടിരുന്നത്, സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ ചെന്നപ്പോഴൊക്കെയും സാത്താനെ തോൽപ്പിച്ച് യേശു സാത്താനെ ഓടിച്ചു വിട്ടിരുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത് നമുക്ക് ഏവർക്കും ഉള്ള ഒരു പ്രായോഗിക പാഠം തന്നെയാണ്. നാം ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മുടെ പരീക്ഷകളെ നേരിടുകയാണെങ്കിൽ നമ്മളെ കീഴടക്കിയിരിക്കുന്ന ബലഹീനതയെയും പാപത്തെയും അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കും. അങ്ങനെ നന്നായി ക്രമീകരിക്കപ്പെട്ട ഒരു ശുദ്ധ ജീവിതം, ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ കളങ്കരഹിതമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. അതിനാൽ നമ്മുടെ ശരീരത്തെ ശരിയായ ആഹാരശീലം നൽകി വർജിക്കേണ്ടവ വർജിച്ചുകൊണ്ട് മിതത്വം പാലിച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മെ അതിനെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം.
ഈ ദിവസത്തിൽ കർത്താവെ അങ്ങയുടെ വചനം ധ്യാനിപ്പാനും അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുവാനും അവിടുന്ന് കൃപ തന്ന വൻകൃപയ്ക്കാൻ നന്ദിയോട് സ്തുതിക്കുന്ന പ്രജാസ്തോത്രം. ഈ നിമിഷങ്ങളിലൊക്കെയും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വൻകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്ന പ്രജാസ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങയുടെ ആരോഗ്യ നിയമങ്ങൾക്കനുസരിച്ച് നല്ല ശീലങ്ങളെ ശീലിപ്പിക്കുവാനും അങ്ങയുടെ മന്ദിരമാക്കി മാറ്റുവാനും കർത്താവെ അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവെ ഈ വചനം കേട്ട എല്ലാ ദൈവങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന പ്രജാസ്തോത്രം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ ജോലികൾക്കായി ഇറങ്ങി പുറപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, അങ്ങയുടെ മക്കളായിരിക്കുന്ന മേഖലകളിലൊക്കെയും അവിടുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് സന്ദർശിച്ച് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ ഒരു വാക്കിനാൽ സൗഖ്യം വരുമെന്ന് ഞങ്ങൾ അറിയുന്ന പച്ച, ഞങ്ങൾ വിശ്വസിക്കുന്ന പച്ച. സ്തോത്രം. അവിടുന്ന് എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ മനോഭാരങ്ങളായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ആരെയും കുറ്റങ്ങളും കുറവുകളും ഒന്നും അവിടുന്ന് കണക്കിലെടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി കർത്താവായ യേശുക്രിസ്തുവെ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതോടൊപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.